അല്ല മാഡം എന്താ ഈ വഴിക്ക്? അല്ല, പരീക്ഷ എഴുതാനായിട്ട്. ഓ, പരീക്ഷ എഴുതാൻ വന്നതാണോ? വളരെ നേരത്തെയാണല്ലോ വന്നത്. സർ, ആക്ച്വലി എൻ്റെ ഹോസ്റ്റലിൽ ഒരു കുട്ടിക്ക് വയ്യായിരുന്നു, അപ്പോൾ അത് അവളുടെ നോ 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 നോ. പ്ലീസ് 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 പറ്റത്തില്ല, ഇറങ്ങി പോടി. എൻ്റെ പൊന്ന് സാറല്ലേ, പ്ലീസ്. കയറി പോടി. താങ്ക് യു സർ. താമസിച്ച് വന്നിട്ട് ഉടായിപ്പോല്ലാം കാണിച്ചാലുണ്ടല്ലോ. ടൈം തീരാറായി. അറിയാവുന്നതൊക്കെ വേഗം എഴുതിക്കോ. ഒരൊറ്റ മിനിറ്റ് ഞാൻ എക്സ്ട്രാ തരത്തില്ല. ഞാൻ വേണം വിളിച്ച എഴുതണം അങ്ങോട്ട്. പരീക്ഷ എഴുതാൻ വന്നേക്കും. എനിക്കിങ്ങ് വേണ്ട, പൊടി. നന്നായ നിന്റെ പണി കഴിഞ്ഞടാ. ചുഴലി ഒരുപാട് ചുഴലി കണ്ടതാ കേട്ടാ. കഴിഞ്ഞോ? കഴിഞ്ഞടാ. ഇങ്ങോട്ട് വാടാ. നിന്റെ അടുത്താ നിന്റെ കളി. അവൻ കൂട്ടിനിക്കറ് വിട്ടുണ്ട് വന്നേക്കുന്നവൻ. സത്യമായിട്ടും കോപ്പി അടിച്ചിട്ടില്ല. ഞാൻ അറിയാതെ ഫോൺ അവിടെ വെച്ചതാ സർ. പ്ലീസ് പ്രശ്നം ഉണ്ടാക്കുക സർ. പ്ലീസ് എന്റെ പേപ്പർ ഒന്ന് തരുമോ പ്ലീസ്? ഞാൻ നിന്റെ ആ ലോക്കൽ ഗാർഡിയൻ ഉണ്ടല്ലോ, ആ കന്യാസ്ത്രീ, അവരെ ഒന്ന് കാണട്ടെ. ഒന്ന് വിളിക്കുന്നുണ്ട് ഞാൻ അവരെ. അവിടെ ഒരു മൊബൈൽ നിന്റെ ചേട്ടൻ കാരണം എന്താടോ കോപ്പേ? നീ എവിടെയായിരുന്നു? ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ കാരണം എന്നെ പിടിച്ചു. എവിടെ പിടിച്ചു? ഒറ്റ ചവിട്ടി വെച്ചിരുന്നു ഞാൻ. എന്താ കാര്യം? പിന്നെ എടി, ഞാൻ വിളിച്ചത് നമ്മുടെ ഉണ്ണിയേട്ടനല്ലേ, പ്രൊഡ്യൂസർ. ഉണ്ണിയേട്ടനോട് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ പുതിയ പടത്തിലെ നായികരെന്നറിയോ? ഈ നാടിന്റെ സ്വന്തം അഭിമാനമായ നാൻസി റാണി. ഒന്ന് പോടാ. ചേട്ടാ കാര്യമായിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു ഉണ്ണിച്ചേട്ടൻ തള്ളിക്കളയാൻ പറ്റുമോ? എന്നിട്ട് പക്ഷെ എൻ്റെ ഇടി നീ അങ്ങോട്ടൊന്ന് ചെല്ല്. അയാൾ മറ്റേ ഹോട്ടൽ നാഷണൽ പാർക്കിലുണ്ട്. അഭിനയിച്ച് തകർക്കുന്നു. ഹോട്ടലൊന്നും പോകാൻ പറ്റത്തില്ല. അന്ന് ശരിയാത്തില്ല. നീ അങ്ങോട്ട് ചെല്ല്. ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. ട്രസ്റ്റ് മീ. ഓക്കെ, യു വിൽ നോട്ട് ബി ഡിസപ്പോയിന്റഡ് മൈ ലേഡി. ഓക്കെ. ഹായ്. ഹലോ മാം. മിസ്റ്റർ ഉണ്ണിവലി വീട്ടിൽ. Sure, let me check. I have a visitor for you. Ma'am, room 111. He's asking to the room. നാൻസി. നിന്റെ ഫ്രണ്ട് ഈ ഉണ്ണി ആൾ ഡീസന്റ് ആണല്ലോ അല്ലേ? പുള്ളി ആള് തങ്ക വന്നേ. ഉറപ്പാണല്ലോ? ഉറപ്പല്ലേ, നീ ചെല്ല്. ഓക്കെ ഓക്കെ. ഇവിടെ താഴെ. അച്ഛടാ. അച്ഛനെവിടെ? അച്ഛൻ വെച്ചിട്ട് 6 മാസമായാലും. അല്ല, പ്രൊഡ്യൂസർ ഞാൻ തന്നെയാ. ഞാൻ തന്നെയാ. വരൂ വാ, ഇരിക്കൂട്ടോ. അയ്യടാ ഹൈ. നാൻസി അല്ലേ? കുടിക്കാൻ എന്താ? ടീ, കോഫി, സംതിങ് ഹോട്ട്? നമുക്ക് ലോബിയിലിരുന്ന് സംസാരിക്കാവോ? എന്തിനു ലോബി? ഇത് നമ്മുടെ സ്വന്തം ഹോട്ടൽ പോലെ കരുതിയാൽ മതി. സർ, എന്താ ഉദ്ദേശിക്കുന്നത്? അടുത്ത വർഷം ഒരു പുതിയ പടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിൽ നായിക നാൻസിയാണ്. അയ്യോ, അങ്ങനെ വേണ്ട. ഒരു ഓഡിഷനൊക്കെ നടത്തി ടാലന്റ് ഉണ്ടെന്ന് തോന്നെങ്കിലും മതി. എന്തിനു ഓഡിഷൻ? ഞാനാണല്ലോ പൈസ കൊടുക്കുന്നത്. ഡയറക്ടർ ഞാൻ പറയുന്നതേ കേൾക്കുള്ളൂ. അയ്യോ, അങ്ങനെയല്ലല്ലോ അതിന്റെ ഒരു രീതി. ഓക്കെയാണ്.
ഞാൻ പറഞ്ഞേ ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബി കൂൾ, സെറ്റാണ്. പിന്നെ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. എന്താ അല്ല, ഒരു പാലിടുമ്പോ നടക്കും പാലിട്ട് അയ്യോ. പാലും ഊട്ടി സോറി. എടാ ഞാൻ ഈ ഒരു മീറ്റിംഗ് കേട്ടോ കേട്ടോ, എന്നിട്ട് ഞാൻ നിന്നെ വിളിച്ചോളാം. ഓക്കേടാ ശരി. ഇങ്ങനത്തെ ഒരു വൃത്തിയേട്ടവനാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അല്ല എന്താ പറ്റി? ഉണ്ണിയേട്ടനെ കണ്ടില്ലേ? ഓ അവന്റെ ഒരു ഉണ്ണിയേട്ടൻ. നിനക്ക് ഇതൊക്കെ മതിയൊക്കെ മാമ പണിക്ക് മറ്റേ കൂടെ. എന്താ പറ്റിയേ? എന്താ പറ്റിയെന്നോ പോയി നിന്റെ ചങ്കിനോട് ചോദിക്കാൻ അവൻ പറഞ്ഞുതരും. അല്ല എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല. ഏയ് വേറെ പ്രശ്നമൊന്നുമില്ല. ആന്റിയുടെ മോനെ നല്ലൊരു മാമ അത്ര ഉള്ളു പ്രശ്നം. അയ്യോ ഹലോ എന്താ? നാൻസി നാൻസി ഞാൻ പറയുന്നത് കേക്ക്. നാൻസി ആ ഉണ്ണിയേട്ടനകത്ത് ഫ്രോഡാന്ന് എനിക്കറിയില്ല നാൻസി. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സോറി പ്ലീസ് നാൻസി എന്നെ ഒന്ന് മനസ്സിലാക്കണം പ്ലീസ്. ആ എനിക്ക് അറിയാം നീ വലിയ പ്രശ്നക്കാരനൊന്നും അല്ലാന്ന്. അപ്പോൾ നമ്മൾ തമ്മിലൊരു കുഴപ്പമില്ല അല്ലേ? ശരി, ആ കുഴപ്പമില്ല. അതെ ഞാൻ വിളിക്കാം കേട്ടോ. അപ്പ വിളിക്കുന്നു, പിന്നെ വിളിക്കാം. ഹലോ അപ്പ. ആ എടി ജാൻസി റാണി, നമ്മളെ ഓർമ്മയുണ്ടോ? താൻ ചത്തില്ലേ? ഇല്ലടി ഡാഷ് പോണെ, ഇതൊക്കെ ഇങ്ങനെ പോവും. അല്ല അല്ല അതിനു മുമ്പ് ഒന്ന് കാണാൻ പറ്റുമോ? ആ ഞാൻ വരാം. ഇതിന്റെ അവസാനത്തെ വർഷല്ലേ, ഞാൻ നടിച്ചു പൊളിച്ചോട്ടെ. എടേ പെരുന്നാളൊക്കെ അടുത്ത് വരിക. ഇത്തവണ പതിപോലെ നമ്മുടെ നാടകമുണ്ട്, നിനക്ക് കാണണ്ടേ? നമ്മൾ പൊളിക്കും. മറ്റേ പഴയ നാടകമല്ലേ മിശികാരിത്രം. എന്തൊക്കെ പറഞ്ഞാലും പെരുന്നാളിന് നീ ഇവിടെ ഉണ്ടാകണം കേട്ടോ, നമുക്ക് പൊളിക്കണം. അതെ ഞാനിവിടെ കുറച്ച് ബിസി ആട്ടോ, കുറച്ച് പണിയിലാണേ. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഓ ബൈ. കാണുവരുടെ മോൾ. എന്താടാ നിന്റെ പേര്? പ്രേംസൺ. പ്രേമൻ. പ്രേംസണോടാ? ഇത് രാഷ്ട്രീയം, ഇത് അഴിമതി. ഇതിന് രണ്ടിനെയും ഉണ്ടല്ലോ ഒരേപോലെ ഒരേ തുലാസിൽ കൊണ്ടുപോകും. എന്നാലേ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഉണ്ടല്ലോ കൊസേര വേറെ ആരെങ്കിലും കൊണ്ടുപോകും. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു പ്ലാനിങ്. ചായ അങ്ങോട്ട് പിടിച്ച്. ഓ ഇതോടെ അങ്ങോട്ട് പിടിച്ച്. എടാ നീ കുറെ നാളല്ലേ ഇവിടെ രാഷ്ട്രീയം പ്ലാൻ ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട്. എടാ എന്റെ കാര്യത്തിൽ പ്ലാൻ ചെയ്തതാ, എനിക്കൊരു പെണ്ണ് കിട്ടിയിട്ടില്ല. എടാ എല്ലാത്തിനും അതിനൊരു സമയമുണ്ടല്ലോ. പിന്നെ എനിക്ക് ആലോചിക്കണ്ടേ? നീ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നോ? മനുഷ്യത്തെ ഇവിടെ കട കവി നേരെ വളർന്നിട്ട് എന്റെ കാര്യം പ്ലാൻ ചെയ്താ. എടാ എല്ലാത്തിനും വേണ്ടതായ ഒരു പ്ലാനിങ് ഉണ്ട്. എന്ന് വെച്ചാ ബിക്കോസ് പ്ലാനിങ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. 2 ഡയറി മിൽക്ക്. കല്യാണം കഴിഞ്ഞടായി. എന്നാ ശുഭാരംഭമൊക്കെ അല്ലേ, അല്പം മധുരം. ഇവിടെ മിനിമോളെ പിടി. കേട്ടിക്കോ അടുത്ത ആഴ്ച മാറ്റും കടവ്. എന്റെ കാര്യം ശരിയല്ലെങ്കിൽ നിനക്കെന്നാ വേണ്ട? ഇക്കടെ പടം ഇറങ്ങല്ലേ ഇപ്രാവശ്യം ബാഹുബലി ഫ്ലെക്സ്. പെണ്ണ് കിട്ടിയാണോ? പെണ്ണ് കിട്ടാനോ? ശവത്തെ കുറിച്ചല്ലേടി. ഹലോ, എന്റെ റിലീസിനൊരു പ്ലാൻ ഉണ്ട്. ആണോ? എനിക്ക് പ്ലാൻ അല്ല വേണ്ട, കാശാ വേണ്ട. എടുത്തേ വേഗം. താങ്ക്സ്. ഏതാ പിരിവോ എന്നോടോ ബാല? ഞാൻ ചോദിച്ചില്ലാന്ന് വിചാരിച്ചു. രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് പിരിക്കാൻ വന്നു. നീ ഇങ്ങനെ സെഡാവലടാ. പെണ്ണുമില്ല പെടക്കോടിയില്ല, എന്നിട്ട് സെഡാവല്ലെന്ന്. നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ? ടെൻഷൻ ഇല്ലായിരിക്കും. നീ ഒന്ന് കണ്ണടച്ചേ. എന്തിന് ടെൻഷൻ മാറണ്ടേ? കണ്ണടച്ച ടെൻഷൻ നീ കണ്ണടക്കേ. എന്തിന്? ഇനി ഒന്ന് ശ്വാസം വലിച്ചേ. എന്തിന്? ശ്വാസം വലിക്കടാ. ശ്വാസം വലിക്കണം. ആ മതി, വിട് വിട് വിട്. ഇനി മെല്ലെ കണ്ണു പറഞ്ഞേ. ഇപ്പൊ ടെൻഷൻ മാറിയില്ലേ? ട്രൈ ചെയ്ത് ഓർക്കട്ടോ. എടാ ഒരുമാതിരിപ്പെട്ട പ്രണയത്തിനൊക്കെ അടിസ്ഥാനം മ്യൂസിക്.
അപ്പൊ നീ ഒരു പാട്ടും പാടിയോളെ പിറകിച്ചല്ലേ. ഇത് വർക്കൗട്ട് ആവും. ഇത് പ്ലാൻ പോലെ പ്ലാൻ, അത് വർക്കൗട്ട് ആയിരിക്കും. എന്റെ ക്യാമറ ചുമത്ത് പകർത്തുന്ന പ്ലാൻ തരുമേ. പക്ഷെ ശരീരമായിട്ട് വരട്ടെ. റാസൽ കേബിലെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സാറിന്റെ പെങ്ങളല്ലേ അത്? ആണോ? അതെ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് വേണേ രാപ്പാർക്കാം. വേണ്ട. എനിക്ക് കുട്ടിയുടെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് ഇഷ്ടം. എടാ പ്ലാനിങ്ങിലല്ല എക്സിക്യൂഷനിലാ കാര്യം. എന്നാ നീ പോയി നാൻസി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാൻസി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹായ്. ഹലോ. എനിക്ക് നാൻസി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. എന്തായിരുന്നു? നാൻസി, നീ എൻ്റെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് നാൻസി ഇല്ലാതെ പറ്റില്ല. നിക്ക് ഞാൻ പറയാം. കൈയെടുക്ക്. ആക്ച്വലി നീയും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല. സത്യം. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം. ഇത്ര അടിപൊളി ഓഡിഷൻ അവിടെ ചെയ്തിട്ട് അലവലാദികൾ എന്നെ സെലക്ട് ചെയ്യാൻ എന്ത് ചീറ്റിംഗ് ആണെന്ന് നോക്കിയേ. അവർക്ക് പരിചയമുള്ള ആരോ വെക്കാൻ വേണ്ടിയിട്ട്. അതെ, ഞാൻ വിളിക്കാം. എനിക്ക് കുറേ പണിയുണ്ട് പോയി. ഓക്കെ, ബൈ ബൈ. കളയണം. അവള് പാവാടാ. പാവാട. അവളുടെ ഡ്രീംസ്. അവളുടെ ഡ്രീംസ് എന്താ പ്രശ്നം? അവളുടെ 3 സിമ്പിൾ ഡ്രീംസ് അല്ലേ ഉള്ളൂ. നമ്പർ 1, I want to be a star. എനിക്കൊരു നടിയാവണം. സ്വാഭാവികം. അത് ഞാൻ അവളൊരു നടിയാക്കും അല്ലേ. നമ്പർ 2, I want to meet my star. മമ്മൂക്കയെ കാണണം അല്ലേ. നമ്മള് കാണിക്കും അല്ലേ. നിനക്ക് കാണണ്ടേ? ഉമ്മയെ കൊടുക്കും. അത്രേ ഉള്ളൂ. മൂന്നാമത്, And I want to fly in the sky. Fly in the sky. അതെന്താ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കിട്ടും. അവൾക്ക് പ്രാന്താടാ. തല്ലിക്കൊല്ലു ഞാൻ. ഇരുന്നോ. മോട്ടെ, ഈ പ്ലാൻ ബൈ എനിക്കൊരു പറഞ്ഞു തരാം. കണ്ടോ, കണ്ട് പഠിക്കടാ. ഇതാണ് സ്നേഹം, മനസ്സിലായോ? Plan number അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹം വേണം, സ്നേഹം. നീ പറയടാ, നീ പറ. എടാ, ഇനി ഇവന് ഇവിടുന്ന് എടുക്കാനുള്ള പ്ലാൻ നീ ഉണ്ടാക്കി. ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. കണ്ടോ, ഭൂമി തുറന്നു വരാൻ നോക്കുന്നുണ്ട്.